ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് ഹെയർ കെയർ ടിപ്സാണ്. നമ്മൾ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് അല്ലെങ്കിൽ നല്ല മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, ഏറ്റവും ടോപ്പിലുള്ള കാര്യം തൊട്ടാണ് ഞാനിങ്ങനെ വരുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഉറവിടം അവിടെ നിന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സ്കിന്നായിക്കോട്ടെ, നമ്മുടെ ഹെയർ ആയിക്കോട്ടെ, നമ്മുടെ നഖങ്ങളായിക്കോട്ടെ, പല്ലുകളായിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം പ്രകടമാവുന്നത് ഒന്നുകിൽ സ്കിന്നിൽ, ഹെയറിൽ, നഖത്തിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം, ബോഡിക്ക് ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് പ്രോട്ടീൻ. അപ്പം നിങ്ങളുടെ ഫുഡിൽ നിങ്ങളിപ്പോൾ 3 നേരം ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ 3 നേരവും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു ഫുഡ് നിങ്ങളതിൽ ഉൾപ്പെടുത്തണം. കാരണം പ്രോട്ടീൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മുടി വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടാവുകയും മുടിയുടെ ആരോഗ്യം കുറേയൊക്കെ ചെയ്യും. അപ്പോൾ പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. നിങ്ങൾ 3 നേരം ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ 3 നേരവും ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ പ്രോട്ടീൻ മാത്രമല്ല, വേറെയും കുറേ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. അതുപോലെ തന്നെ ധാന്യവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം കഴിക്കുക. അതിലൊക്കെ പ്രോട്ടീനും ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നട്ട്സ് കഴിക്കുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കുറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞുള്ളൂ വേറെ എന്തും. ഓക്കെ, അപ്പോൾ ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഫുഡ് നിങ്ങൾ കഴിക്കുക. നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ നിങ്ങളിതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമ്മളിത് എല്ലാം കഴിച്ചെങ്കിൽ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടണമെന്നുമില്ല. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ഫുഡ് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പം കഴിച്ച ആ എല്ലാ വൈറ്റമിൻസും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വൈറ്റമിൻ സപ്ലിമെൻ്റ് കൂടെ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ, നിങ്ങൾ കാണുന്ന ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് നല്ലൊരു ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സപ്ലിമെൻ്റ് കൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. അപ്പോൾ ഇതാണ് പുറമേ ഉള്ള സംഭവങ്ങളിൽ പ്രകടമാവുന്നത്, നമ്മുടെ സ്കിന്നായിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, എല്ലാം. അപ്പം ആദ്യം ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ നമുക്ക് പുറമേ ഉള്ള കാര്യത്തിലേക്ക് പോകാം. പുറമേ നോക്കുകയാണെങ്കിൽ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുക. അതാണ് അടുത്ത ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഡെയിലി കുളിക്കുന്ന കാര്യം ചോദിക്കാറുണ്ട്. ഞാൻ പണ്ടൊക്കെ എല്ലാ ദിവസവും തല വാഷ് ചെയ്യുന്ന ഒരാളാണ്. ഡെയിലി കുളിച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ദിവസവും ഷാമ്പു, ഇപ്പം നമ്മൾ കെമിക്കൽ ഷാമ്പു ആണ് യൂസ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്കാൽപ്പ് കൂടുതലായിട്ട് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും അങ്ങനെ ഹെയറിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണ് ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ മുടി കഴുകുക. ഇനി ആഴ്ചയിലൊരു 3 തവണ ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ആക്കിയിരിക്കണം. ഇനി കണ്ടീഷണർ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഞാൻ സാധാരണ കണ്ടീഷണർ ഉപയോഗിക്കാറില്ല. എനിക്ക് കണ്ടീഷണർ ഉപയോഗിക്കാൻ അത്ര ഇഷ്ടമല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം ഹെയറിൻ്റെ ഡ്രൈനെസ് മാറാൻ വേണ്ടി ഇപ്പോൾ ഷാമ്പു ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആവും. ഞാൻ ഈ മുടിയിൽ ഒരുപാട് ഷാമ്പു ഇട്ട് അങ്ങനെ പതപ്പിക്കാറില്ല കേട്ടോ. കൂടുതലും ഞാൻ തലയോട്ടി, അതായത് സ്കാൽപ്പിലാണ് ഷാമ്പു ഉപയോഗിച്ചിട്ട്
വാഷ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ പിഴിഞ്ഞ് താഴേക്ക് കളയുമ്പോൾ ഹെയറും കൂടെ ക്ലീൻ ആയിക്കോളും. മുടി ഒരുപാടിട്ട് അങ്ങനെ പതപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. അത് അപ്പോൾ നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴിയുമ്പോൾ മുടിക്ക് ഒരു ചെറിയ ഡ്രൈനെസ് വരുവാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഹെയർ സെറം യൂസ് ചെയ്യാം. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്. അത് ഒരു 3 ഡ്രോപ്പ് അത്രയൊക്കെ എടുക്കത്തുള്ളൂ. 3 ഡ്രോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഡ്രൈനെസ് ഉള്ള, എനിക്ക് മുടിയുടെ ഏറ്റവും അറ്റത്തായിരിക്കും നമുക്ക് കൂടുതലും ഡ്രൈനെസ് വരുന്നത്, അവിടെയും പിന്നെ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴിയുമ്പോൾ മുടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അടുത്ത കാര്യം, നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഓയിൽ യൂസ് ചെയ്യുന്നവരായിരിക്കും, മിക്കവാറും പേരൊക്കെ ഓയിൽ യൂസ് ചെയ്യുന്നവരായിരിക്കും. ഈ ഓയിൽ ചെയ്യുന്നവർ ഓയിൽ ചെയ്തിട്ട് ആ ഓയിൽ ഫുള്ളായിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് പിന്നീട് വാഷ് ചെയ്യാൻ മറക്കരുത്. ഓയിലിൻ്റെ അംശം നമ്മുടെ തലയിൽ ഇരിക്കുവാണെങ്കിൽ അത് താരൻ വരാനുള്ള സാധ്യത കൂട്ടും. താരനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ സ്കാൽപ്പിൽ വരുന്ന ഈ ഓയിലുണ്ടല്ലോ, ഇത് ആക്ച്വലി ഫംഗസിനുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇത് തലയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ എന്താ ഈ ഫംഗസൊക്കെ കൂടുതലായിട്ടുണ്ടാവും. അതിങ്ങനെ പെറ്റുപെരുകി ഡാൻഡ്രഫൊക്കെ ആയി മാറും. അപ്പോൾ അത് കാരണം ഓയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത്ര സമയം കഴിഞ്ഞ് ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിരിക്കണം. പിന്നെ ഈ ഓയിലൊക്കെ തലയിൽ വെച്ചിട്ട് പുറത്ത് പോകാനും പാടില്ല. അത് പുറത്തുള്ള ഈ പൊടിയും പടലും ഒക്കെ നമ്മുടെ തലയിലൊക്കെ വന്നിരുന്ന് അത് പിന്നീട് അഴുക്കായിട്ട് അങ്ങനെ അടിഞ്ഞുകൂടി പിന്നീട് അത് താരനാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഓയിൽ തലയിൽ വെച്ചിട്ട് ഒരിക്കലും പുറത്തു പോകാനും പാടില്ല. പിന്നെ ഓയിൽ ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഓയിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് നിങ്ങളിപ്പോൾ വെളിച്ചെണ്ണ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് അത് ചൂടാക്കി അതിലിപ്പോൾ എന്തെങ്കിലും നീം ലീവ്സോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂവുണ്ടല്ലോ അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് എണ്ണ ചൂടാക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങളും കൂടെ കിട്ടും. നമുക്ക് ഈ താരൻ പോലത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും അത് സഹായിക്കും. അപ്പം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കാച്ചെണ്ണയുടെ കുറേ വീഡിയോസ്, പല രീതിയിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എണ്ണ തേക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ, 1 2 2 ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്താലും മതി. ജസ്റ്റ് തലയോട്ടിയിലും കുറച്ച് മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കുക. ഇത് ആഴ്ചയിൽ ഒരു തവണ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ വെളിച്ചെണ്ണ മാത്രമായിട്ട് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഇത് താരൻ കൂടുതലായിട്ടുണ്ടാക്കും. അപ്പോൾ അതിന് പകരം കാച്ചെണ്ണ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി താരനുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഒരു രീതിയിലുള്ള ഓയിലും തലയിലിടാൻ പാടില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ താരൻ കൂടത്തേ ഉള്ളൂ. അപ്പം അത് കാരണം താരനുണ്ടെങ്കിൽ, ചെറിയ രീതിയിൽ താരനുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യരുത്. ഓക്കെ, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. ഒരു 2 days ഇടപെട്ടിട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. അത്ര തന്നെ ചെയ്താൽ മതി ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ. ഇനി നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ട്, ഇപ്പം ചിലർക്ക് നല്ല ഡാൻഡ്രഫ് വന്നിട്ട് ഈ കണ്ണിൻ്റെ, നമ്മുടെ ഈ ഐബ്രോസിലും കൺപീലിയിലും ഇവിടെയൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഹോം റെമഡി യൂട്യൂബ് ചാനലും കണ്ടത് മാറ്റാൻ വേണ്ടി ഇരിക്കില്ല. നേരെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ താരൻ വെച്ചുകൊണ്ടിരുന്നാൽ അത് ഭയങ്കര വലിയ ഇഷ്യൂ ആയി മാറും. അത് കാരണം ആ രീതിയിലുള്ള ഡാൻഡ്രഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു, അത് ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ഷാമ്പു റെക്കമെൻഡ് ചെയ്യും. അതനുസരിച്ച് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പണ്ട് ഇതുപോലെ 2 ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അത് നല്ല ഷാമ്പു ആണ്. അപ്പോൾ അതൊരു 3-4 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും താരനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കും ആ ഒരു ഷാമ്പു. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. പകരം 2 days ഇടപെട്ടിട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. ഇനി ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് കുറച്ചെടുത്തിട്ട് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കണം. 10 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യണം. അല്ലാതെ ഇത് വെറുതെ എടുത്തിട്ട് അപ്പോൾ തന്നെ കഴുകി കളഞ്ഞിട്ട് കാര്യമില്ല. 10 മിനിറ്റ് അത് തലയോട്ടിൽ മസാജ് ചെയ്ത് അങ്ങനെ വെച്ചേക്കണം. എന്നിട്ടാണ് കഴുകി കളയേണ്ടത്.
ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ട്രെൻഡുകൾ വരാറുണ്ട്. കുറച്ച് നാൾ മുന്നേ വന്ന ട്രെൻഡാണ് ഈ ഹെയർ കളറിങ്, പിന്നെ കുറേ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ട്രെൻഡായിട്ട് ഓരോ സമയം കഴിയുമ്പോഴും പുതിയ പുതിയ ട്രെൻഡുകൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രെൻഡുകളുടെ പിറകെ പോകാതിരിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് പക്ക ബിസിനസ്സാണ്. ഈ ട്രെൻഡിങ് എന്ന് പറയുന്ന സാധനം ബിസിനസ്സാണ്. അതിന് ചെന്ന് തലവെച്ച് കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. കുറച്ച് നാൾ മുന്നേ ഹെയർ കളറിങ് ആയിരുന്നു, എല്ലാവരും ഹെയർ കളറിങ്. സോഷ്യൽ മീഡിയ നോക്കി എല്ലാവരും ഹെയർ കളറിങ്, യൂട്യൂബേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പോയി ഹെയർ കളറിങ്. ഈ ഹെയർ കളറിങ് ഒക്കെ ചെയ്ത ആൾക്കാർ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഈ ചെയ്ത ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി, ചകിരി പോലെ ആയി, ഇനി ഇത് മാറ്റാൻ അടുത്ത ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ കാണുന്ന ട്രെൻഡുകളുടെ എല്ലാം പിന്നാലെ പോയി അത് പരീക്ഷിക്കാൻ നടക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തുക. അപ്പോൾ ഇത് നമ്മുടെ മുടിയുടെ ആ ഒരു ആരോഗ്യം നല്ല രീതിയിൽ തന്നെ കളയുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ കുറേ ഹെയർ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കിടക്കുമെങ്കിലും അത് പിന്നീട് അവർ തന്നെ പറയും, ഇതുപോലെ മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇന്ന ഷാമ്പുവും അല്ലെങ്കിൽ കണ്ടീഷണറും മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര നാൾ കഴിയുമ്പോൾ ഇത് വീണ്ടും വന്ന് റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ തന്നെ എത്ര കാലം ഇതുപോലെ എല്ലാവർക്കും എല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. എത്ര പ്രാവശ്യം ഈ പോലെ പറഞ്ഞ പോലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ യൂസ് ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്കും ഉള്ളതെല്ലാം അവസാനം പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ട്രെൻഡുകളുടെ പിന്നാലെ പോകാതിരിക്കുക. ഇത് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇങ്ങനെ മാറി പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളിതെല്ലാം പരീക്ഷിക്കാൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളതും കൂടി ഇല്ലാതാവത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇതുപോലുള്ള കെമിക്കൽ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുടി പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്തവരോട് ചോദിച്ചു നോക്ക്, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുടിക്ക് നല്ലത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. അവർ തന്നെ പിന്നീട് അതുമൂലം വന്ന പ്രശ്നം മാറ്റാൻ പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ ട്രെൻഡുകളുടെ പിന്നാലെ പോകാതിരിക്കുക. ആക്ച്വലി ട്രെൻഡുകളെല്ലാം തന്നെ ബിസിനസ്സാണ്. അതിപ്പോൾ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും എല്ലാം ബിസിനസ് തന്നെയാണ്. ഈ ബിസിനസ്സിന് കൊണ്ടുപോയി നിങ്ങൾ തലവെച്ച് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മുടിയാണ്. അപ്പോൾ ട്രെൻഡുകൾ ഇനിയും വേറെ മാറിക്കൊണ്ടിരിക്കും. ഇന്നിപ്പം നമ്മൾ പരീക്ഷണം നടത്തുന്ന സാധനമായിരിക്കത്തില്ല, ഇനി ഒരു കുറച്ച് ദിവസം കഴിയുമ്പം അടുത്തത് അത് വേറെ ആയിരിക്കും. അപ്പോൾ അതും പോയി പരീക്ഷണം നടത്തും. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക. അടുത്തത്, നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ്, അത് ഹെയർ സ്ട്രെയിറ്റ്നർ ആയിക്കോട്ടെ, ഹെയർ കേൾ ചെയ്യുന്ന സംഭവം ആയിക്കോട്ടെ, അപ്പോൾ ഇതൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് മുടിക്ക് ഡാമേജ് ഉണ്ടാക്കും. മുടി പൊട്ടിപ്പോവാനും മുടി കൊഴിച്ചിലുണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു കാരണമാണ് ഈ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അത് മാസത്തിൽ ഒരു തവണയൊക്കെ, ഇപ്പം മാസത്തിലൊരു 3-4 തവണയൊക്കെ യൂസ് ചെയ്താൽ കഴിഞ്ഞാൽ ഭയങ്കര ദോഷമാണ് ഹെയറിന്. മുടി നല്ല രീതിയിൽ തന്നെ പൊട്ടിപ്പോവും, മുടി കൊഴിയൊക്കെ ചെയ്യും. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പം നമുക്ക് അത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണയൊക്കെ മാത്രമേ ഞാനായിട്ട് പറയാം. അതും തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. അത് മുടിക്ക് കേടാണ്. സത്യം പറഞ്ഞാൽ ഹീറ്റ് കൊടുക്കുന്ന മുടിക്ക് അത്രയും കേടാണ്. കാരണം അത്രയും ചൂട് കൊടുത്ത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ്നറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്രയും ചൂട് കൊടുത്തിട്ടാണ് മുടി സ്ട്രെയിറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പം മുടി ഇങ്ങനെ പൊട്ടി വരും. നമ്മൾ കണ്ടിട്ടില്ലേ കുറേ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ അത് മുടി പൊട്ടുന്നേ ആയിരിക്കാം. ഇപ്പം ഹീറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ മുടി അങ്ങനെ ബേബി ഹെയർ പോലെ ഇങ്ങനെ ബേബി ഹെയർ ആണെന്ന് വിചാരിക്കും, പക്ഷേ അതല്ല, അത് മുടി പൊട്ടി പോകുന്നതാണ്. പിന്നെ നമ്മുടെ ആ ഒരു പഴയ സ്റ്റേജിലേക്ക് വരണമെങ്കിൽ കുറേ കാലം എടുക്കും. അത് പിന്നീട് താഴേക്ക് വളർന്ന് കുറേ നാളെടുക്കും അത് പിന്നീട് തിരിച്ചു വരാനായിട്ട്. അപ്പം ഇതുപോലത്തുള്ള ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അത് മുടിക്ക് ഭയങ്കര കേടുണ്ടാക്കും. ഇനി അടുത്തത് നാച്ചുറൽ ഹോം റെമഡീസ്. ഇപ്പം നമ്മൾ കെമിക്കൽ സാധനങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പോയി ഈ ഹോം റെമഡീസ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെയും ഹെയർ ടൈപ്പ് വ്യത്യാസമല്ലേ. അപ്പോൾ ഈ നാച്ചുറൽ
റെമഡീസ് ആണെങ്കിൽ തന്നെയും എല്ലാവർക്കും എല്ലാം ചേരണമെന്നില്ല. അപ്പം നമുക്ക് ചേരുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുക. ഹോം റെമഡീസ് ഒക്കെ നല്ലതാണ് ഹെയറിൻ്റെ. ഇപ്പം ചെമ്പരത്തി നമ്മുടെ എന്താ പറയുക, പണ്ട് കാലം മുതലേ ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ മുടി സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ. അതിൽ ചെമ്പരത്തി താളി നമുക്കൊരു നാച്ചുറൽ ഷാമ്പു ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ റീത്ത, സോപ്പ് നട്ട് എന്ന് പറയും, പിന്നെ ശിക്കാക്കായി, ആംല, ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പം നമുക്ക് എന്നും കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് തന്നെ ഹെയർ വാഷ് ചെയ്യണമെന്നില്ല. അതുപോലുള്ള നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടി കഴുകാവുന്നതാണ്. അതുപോലെ തന്നെ ആര്യവേപ്പ്, നീം ലീവ്സ്, ഇത് അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഈ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ താരനൊക്കെ വരാതിരിക്കാനും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ, ചൊറിച്ചിൽ, പിന്നെ പേൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് അത് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ തുളസിയില ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ തലയിലൊക്കെ പേനും ഈര് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നീം ലീവ്സും അതുപോലെ തുളസിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പെയിൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തൈര് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാനും താരൻ മാറാനൊക്കെ നല്ലതാണ്. മുടി സോഫ്റ്റ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈര്. അപ്പോൾ ഇങ്ങനത്തെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇത് എന്നും വാരി ഉപയോഗിക്കില്ല. ഇതൊക്കെ ആഴ്ചയിൽ ഒരു 1-2 തവണ, ഒരു തവണയൊക്കെ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു നാച്ചുറൽ സാധനങ്ങൾ എന്തെങ്കിലും മുടിയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് സാധനങ്ങൾ കാണാറുണ്ട്, ഒരുപാട് ഹോം റെമഡീസ് കാണാറുണ്ട്. എല്ലാം പോയി പരീക്ഷിക്കാൻ നടക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ യൂസ് ചെയ്യാം, ഇത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എല്ലാം പോയി എല്ലാ ദിവസവും ഓരോന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളുള്ള ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ പുറമേ ചെയ്യുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബോഡിക്ക് ഉള്ളിലേക്ക് കൊടുക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പം നിങ്ങൾ പുറമേ ഹെയർ പാക്കുകൾ ഒന്നും തന്നെ യൂസ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ശരീരത്തിനുള്ളിലേക്കെല്ലാം കറക്റ്റായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ മതി. പുറമേ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ധാരാളം. ഓക്കെ. പിന്നെ നമുക്ക് സമയമുള്ളവരാണെങ്കിൽ ഇടയ്ക്ക് ഒരു ഹെയർ കെയർ എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.